നമസ്കാരം. വിവിധ സംസ്ഥാനങ്ങളും ഗവർണർമാരുമായുള്ള പോരും മുറുകുന്നതിനിടെ നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ 3 മാസത്തിനകം ഗവർണർ തീരുമാനമെടുക്കണമെന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സുപ്രീം കോടതി വിധി ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. 10 ബില്ലുകൾ തന്നിഷ്ടപ്രകാരം നീണ്ട കാലത്തേക്ക് പിടിച്ചുവെക്കുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്ത തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവിയുടെ നടപടി ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലായിരുന്നു ഉത്തരവ്. ഇതേ വിഷയത്തിൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കേരള സർക്കാരിൻ്റെ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 200, 201 പ്രകാരം പ്രസിഡന്റിനെയും ഗവർണറുടെയും ചുമതലകളെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചും സുപ്രീം കോടതി വ്യക്തമാക്കി പറയുന്നുണ്ട്. ജനാധിപത്യ സർക്കാരുകളുടെയും തീരുമാനങ്ങൾ ചോദ്യം ചെയ്യാൻ ഗവർണർമാർക്ക് വിവേചനാധികാരമില്ല. ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിൻ്റെയും മന്ത്രിസഭയുടെയും സഹായവും ഉപദേശവും അനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. തിരഞ്ഞെടുത്ത സർക്കാരിൽ ജനങ്ങൾക്കുള്ള പ്രതീക്ഷയും പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ പാരമ്പര്യവും ഗവർണർ മാനിക്കണം. ഉയർന്ന ഭരണഘടനാ പദവി മാനിച്ച് ഗവർണർ സംസ്ഥാനത്തെ ജനങ്ങളുടെ ഇച്ഛയ്ക്കും ക്ഷേമത്തിനും പ്രഥമ സ്ഥാനം നൽകാനും സംവിധാനവുമായി ആത്മാർത്ഥമായി യോജിച്ച് പ്രവർത്തിക്കാനും ബാധ്യനാണ്. ഉന്നത ഭരണഘടനാ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ ഭരണഘടനയുടെ മൂല്യങ്ങളാൽ നയിക്കപ്പെടണം. ഒരു ഭരണഘടന എത്ര നല്ലതാണെങ്കിലും അത് നടപ്പിലാക്കുന്നവർ നല്ലവരല്ലെങ്കിൽ അത് മോശമാകും. ഗവർണർ രാഷ്ട്രീയമായ കലർപ്പില്ലാതെ സർക്കാരിൻ്റെ സുഹൃത്തും വഴികാട്ടിയും തത്വചിന്തകനുമായി പ്രവർത്തിച്ച് സത്യപ്രതിജ്ഞയുടെ പവിത്രത കാക്കണമെന്നും വിധിന്യായത്തിൽ സുപ്രീം കോടതി വ്യക്തമാക്കി. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇന്ത്യയിൽ ഗവർണർ പദവി സ്ഥാപിതമാകുന്നത്. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ശേഷം ബ്രിട്ടീഷ് ഭരണകൂടത്തെ സേവിച്ചുകൊണ്ട് ഗവർണർ ജനറലിൻ്റെ അധികാരത്തിൽ കീഴിലായിരുന്നു ഗവർണർമാർ പ്രവർത്തിച്ചിരുന്നത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രവിശ്യ സ്വയംഭരണം അനുവദിച്ചെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ വീറ്റോ ചെയ്യാനുള്ള അധികാരം തുടങ്ങി ഗവർണർക്ക് ഗണ്യമായ വിവേചനാധികാരം നിലനിർത്തി. സ്വാതന്ത്ര്യാനന്തരമാണ് ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമായത്. കോമൺവെൽത്ത് ഓഫ് ഇന്ത്യ ബിൽ 1925 നെഹ്റു റിപ്പോർട്ട്, 1928 ഹിന്ദുസ്ഥാൻ പ്രീ സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിവ ഉൾപ്പെടെയുള്ള ആദ്യകാല നിർദ്ദേശങ്ങൾ ഗവർണറുടെ സ്ഥാനം നിലനിർത്തുന്നതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നതായിരുന്നു. എന്നാൽ ജനാധിപത്യ ചട്ടക്കൂടിന് കീഴിലായിരിക്കണമെന്നും ഈ നിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ഭരണഘടനാ അസംബ്ലിയിലെ അംഗങ്ങൾ ഗവർണർമാരോട് ചായ്വുള്ളവരായിരുന്നു. പിന്നീട് കേന്ദ്രത്തിൻ്റെ പ്രതിനിധികളായി ചില സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ സംസ്ഥാന സർക്കാരുകളുമായി വീണ്ടും ഒരു പോരിലേക്ക് കാര്യങ്ങളെത്തി. ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക, കേന്ദ്രത്തെ വിവരങ്ങൾ അറിയിക്കുക, ഭരണഘടന സംരക്ഷിക്കുക എന്നിവയാണ് ഗവർണറുടെ ചുമതലകളായി നിർവചിക്കപ്പെടുന്നത്. അതേസമയം ഔദ്യോഗികമായി പദവിയിലിരിക്കുമ്പോൾ അധികാരവും ആനുകൂല്യവും ലഭിക്കുന്നുണ്ടെങ്കിലും രാജ്യത്തെ മറ്റു പദവികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വിരമിക്കുന്നതിന് ശേഷം ഗവർണർമാർക്ക് ലഭിക്കുന്നില്ല. 3.5 ലക്ഷം രൂപയാണ് ഗവർണർമാരുടെ മാസവേതനം. രാജ്യത്തെ ഏറ്റവും ഉയർന്ന വേതനം വാങ്ങുന്നവരിൽ പ്രസിഡന്റിന് തൊട്ട് പിന്നാലെയാണ് ഗവർണർമാർ. ഔദ്യോഗികമായ വസതി, വാഹനം, മറ്റ് അലവൻസുകൾ എന്നിവയും ഗവർണർമാർക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും വിരമിക്കലിനു ശേഷം പെൻഷൻ ലഭിക്കുമ്പോൾ ഭരണഘടനാ പ്രകാരം സംസ്ഥാനങ്ങളുടെ തലവനായ ഗവർണർക്ക് വിരമിക്കലിനു ശേഷം പെൻഷനില്ല. 1982 ഗവർണേഴ്സ് ആക്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ചികിത്സയ്ക്കുള്ള മെഡിക്കൽ കവറേജ് മാത്രമാണ് വിരമിക്കലിന് ശേഷം ലഭിക്കുന്ന ഏക ആനുകൂല്യം. ഗവർണറുടെ പെൻഷൻ എന്ന വിഷയത്തിലെ ചർച്ചകൾ പുതിയ കാര്യമല്ല. 2008 മുൻ ഗവർണർമാർക്കായി പെൻഷൻ വ്യവസ്ഥ അവതരിപ്പിക്കാൻ കേന്ദ്രം ശ്രമിച്ചെങ്കിലും സംസ്ഥാനങ്ങളുമായി സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല. 2012 അന്നത്തെ ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ ലോക്സഭയിൽ ഗവർണർ ഭേദഗതി ബിൽ അവതരിപ്പിച്ചതിന് പിന്നാലെ വീണ്ടും പ്രതിസന്ധി ഉടലെടുത്തിരുന്നു. വിരമിക്കുന്ന ഗവർണർക്ക് പ്രതിമാസം 1.1 ലക്ഷം രൂപ അലവൻസും 25,000 രൂപ ശമ്പളവും ലഭിക്കുന്ന ഒരു പേഴ്സണൽ സ്റ്റാഫിൻ്റെ ആജീവനാന്ത സഹായമായിരുന്നു ബില്ലിൽ നിർദ്ദേശം നൽകിയത്. എന്നാൽ സംസ്ഥാനങ്ങൾ ഇതിനെ ശക്തമായി എതിർത്തിരുന്നു. ഗവർണർമാർ കേന്ദ്രത്തിൻ്റെ ദൂതന്മാരായി സേവനമനുഷ്ഠിക്കുന്നതിനാൽ അവരുടെ വിരമിക്കലിന് ശേഷമുള്ള ആനുകൂല്യങ്ങൾ സംസ്ഥാനങ്ങളുടെ ട്രഷറികളിലല്ല മറിച്ച് കേന്ദ്രം വഹിക്കണമെന്നാണ് സംസ്ഥാനങ്ങൾ വാദിച്ചത്. സംസ്ഥാനങ്ങളിൽ നിന്നും കടുത്ത എതിർപ്പ് ഉയർന്നതോടെ ബിൽ സ്തംഭിച്ചു. അതിനുശേഷം ഇന്നുവരെ ബില്ല് വീണ്ടും അവതരിപ്പിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം,
5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.